Hello students, Cauchy criteria for uniform convergence ആണ് നമുക്ക് പഠിക്കാനുള്ളത്. Cauchy criteria നമുക്ക് പലയിടത്തും അറിയാം. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സീക്വൻസിൻ്റെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ചെറുതാവണം എന്നുള്ളതാണ് Cauchy criteria. ഇവിടെയും ഏകദേശം അതുപോലൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ സീക്വൻസിൻ്റെ ടേംസ് പറയാൻ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് അഡീഷണലായിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ബൗണ്ടഡ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആയിരിക്കണം. പിന്നെ നോം, യൂണിഫോം നോം ആണ് Cauchy ക്രൈറ്റീരിയയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. സോ Cauchy criteria is like this: let Fn be a sequence of bounded functions on a subset of R. റിയൽ ലൈനിലെ ബൗണ്ടഡ് ഫങ്ഷൻസിൻ്റെ സീക്വൻസ് ആയിരിക്കും. ദെൻ സീക്വൻസ് കൺവേർജസ് യൂണിഫോംലി, സീക്വൻസ് Fn converges uniformly on A to a bounded function to F. Fഉം ബൗണ്ടഡ് ആണ് to a bounded function F. If and only if necessary and sufficient condition. എപ്പോഴും Cauchy criteria അങ്ങനെയാണ്. For all epsilon greater than 0 ഒരു സ്റ്റേജ് വേണം. There exists h of epsilon element of n. അത് ടേംസിനെ തീരുമാനിക്കാനാണ്. such that എല്ലായിടത്തും പറയുന്ന പോലെ ഫോർ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് mn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h of epsilon ആകുമ്പോൾ സാധാരണ സീക്വൻസിൻ്റെ ടേംസ് xm - xn എന്നെഴുതുന്ന പോലെ ഇപ്പോൾ നമുക്ക് എഴുതാനുള്ളത് യൂണിഫോം നോം ഓഫ് fm - fn. fm ഒരു ഫംഗ്ഷനാണ്, fn ഒരു ഫംഗ്ഷനാണ്. fm - fn എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂണിഫോം നോം. ഇത് ബൗണ്ടഡ് ഓൺ എ ആണ്. അതുകൊണ്ട് യൂണിഫോം നോം ബൗണ്ടഡ് സെറ്റ്സിലൊക്കെ യൂണിഫോം നോം കണ്ടുപിടിക്കും. യൂണിഫോം നോം ഓൺ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഡിഫറൻസിന് പകരം യൂണിഫോം നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫങ്ഷൻസിനെ പറയത്തുള്ളൂ എന്നുള്ളതാണ് വ്യത്യാസം. ഇതാണ് Cauchy criteria. പ്രൂഫിലേക്ക് വരുമ്പം പ്രൂഫ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം എന്താ തന്നിരിക്കുന്നത്? Fn കൺവേർജസ് ടു F യൂണിഫോംലി. Fനും Fഉം ബൗണ്ടഡ് ആണ് ഓൺ എ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതും ബൗണ്ടഡ് ആയിരിക്കുന്നതും ഒക്കെ എയിലാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് Cauchy criteria നോം Fm - Fn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്നുള്ളതാണ്. അപ്പോൾ യൂണിഫോം കൺവേർജൻസ് ഉള്ളതുകൊണ്ട് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമ്മളിപ്പോൾ പരിഗണിക്കാൻ പോകുന്ന epsilon/2 ആണ്. എപ്സിലോണിൻ്റെ പകുതിയാണ്, അതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0യ്ക്ക് there exists എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്യുന്ന k ഓഫ് epsilon/2. യൂണിഫോം ആണ്, അതുകൊണ്ട് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. epsilon/2നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സച്ച് ദാറ്റ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഓഫ് epsilon/2 എടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാം, Fn Fm ഉണ്ട്. ഇംപ്ലൈസ് മോഡുലസ് ഓഫ് Fn of x മൈനസ് f of x ലെസ് ദാൻ epsilon/2. ഇനി m ഇതേ നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ, m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു epsilon/2 ആണെങ്കിൽ അതിനും കിട്ടുന്നത് മോഡുലസ് ഓഫ് Fm of x മൈനസ് f of x ലെസ് ദാൻ epsilon/2 എന്ന് കിട്ടും. ഫോർ ഓൾ x എലമെൻ്റ് ഓഫ് എ. ഫോർ ഓൾ യൂണിഫോം ആണ്, യൂണിഫോം കൺവേർജൻസ് ആണ് ഇപ്പോൾ നമുക്കുള്ളത്. അതുകൊണ്ട് ഫോർ ഓൾ x എലമെൻ്റ് ഓഫ് എ. അല്ലെങ്കിൽ ഈ k ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്യും, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. സോ വെൻ വി റൈറ്റ് മോഡുലസ് ഓഫ് Fm of x, യൂണിഫോം നാം എഴുതാൻ ഇതിൻ്റെ സുപ്രീമാണ് വേണ്ടത്, Fn of x. ഇത് എഴുതുമ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു ഇപ്പോൾ ഉള്ളത് ഉപയോഗിക്കണമെങ്കിൽ Fm of x മൈനസ് f of x പ്ലസ് ഇല്ലാത്തതാണ്, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകണം. പ്ലസ് f of x കൊടുക്കുക, മൈനസ് Fn of x എന്നെഴുതും. ഇത് ഈ രണ്ട് ടേംസ് വെച്ച് മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി ആണ്. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ Fm of x മൈനസ് f of x പ്ലസ് മോഡുലസ് ഓഫ് ബി. മോഡുലസ് ആയതുകൊണ്ട് അതിനെ തിരിച്ചു എഴുതാം, Fn of x മൈനസ് f of x. തിരിച്ചായിരുന്നു അവിടെ കിടക്കുന്നത്. മോഡുലസ് ആയതുകൊണ്ട് എങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല എന്ന് നിങ്ങൾക്കറിയാം. And so this is
ലെസ് ദാൻ ആദ്യത്തെ ε/2 താഴെയാണ്, അടുത്തത് ε/2 താഴെയാണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എപ്സിലോൺ ആണ്. അപ്പോൾ v1 എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഇപ്പോൾ ഇതിന് വേണ്ടി വായിക്കുമ്പോൾ അങ്ങനെ കിട്ടും. v1 എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ε/2ന് fmൻ്റെ fnൻ്റെ യൂണിഫോം കൺവേർജൻസിന് കിട്ടിയ ഈ നമ്പർ ഫോർ ഓൾ ആ നമ്പറിനേക്കാൾ വലിയ എമ്മും എന്നും സെലക്ട് ചെയ്യുമ്പോൾ ഫോർ ഓൾ mn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഓഫ് ε/2 എന്നുള്ള നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഫോർ ഓൾ mn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ε/2 ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അതുകൊണ്ട് തീർന്നില്ല, നമുക്ക് നോമാ വേണ്ടേ. ദെൻ നോം ഓഫ് fm മൈനസ് fn എന്ന് പറയുന്നത് എന്താ? ദിസ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് fm ഓഫ് x മൈനസ് fn of fmx മൈനസ് fnx. സുപ്രീമം ഓഫ് fmx മൈനസ് fnx x എലമെന്റ് ഓഫ് എയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അതെന്താവും? fmx മൈനസ് fnx എപ്പോഴും എപ്സിലോണിൽ താഴെയാണ്. സോ സുപ്രീമം വിൽ ബി, ഇവരെല്ലാവരും എപ്സിലോണിൽ താഴെയാണ്. സോ സുപ്രീമം വിൽ ബി fmx മൈനസ് fnx. അതിൽ നിന്നാണ് നോം എഫ്. അവരുടെ എക്സ് എലമെന്റ് ഓഫ് എക്ക് അത്ര വാല്യൂസ് എടുത്തിട്ട് അതിൻ്റെ സുപ്രീമമാണ് ഇവിടെ കളി. അത്ര വാല്യൂസ് ഉള്ള എപ്സിലോണിൽ താഴെയാണ്. സോ ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. നോം fm മൈനസ് fn ലെസ് ദാൻ എപ്സിലോൺ ഓൺ എയിലെ പോയിന്റ്സ് എടുക്കുന്നുള്ളൂ. ഫോർ ഓൾ mn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഓഫ് ε/2. അതിനെ നമുക്ക് h ഓഫ് എപ്സിലോൺ എന്ന് വിളിക്കാം. അതിവിടെയാണെങ്കിൽ k ഓഫ് ε/2ന് h ഓഫ് എപ്സിലോൺ എന്ന് വിളിക്കാം. അപ്പോൾ എപ്സിലോൺ എടുക്കുമ്പോൾ ε/2ന് കറസ്പോണ്ടിങ് ആയിട്ട് യൂണിഫോം കൺവേർജൻസ് ഉപയോഗിക്കണം. ആ കിട്ടുന്ന നമ്പറിനെ നമുക്ക് h ഓഫ് എപ്സിലോൺ എന്ന് വിളിക്കാം. ഇനി കോൺവേഴ്സ് പാർട്ടിന് വേണ്ടി യൂണിഫോം നോം ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ നമ്മളുടെ അസംഷൻ. നോം fm മൈനസ് fn ഓൺ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്നാണ് നമ്മൾ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ. അതാണ് നമ്മളുടെ അസംഷൻ. നോം fm മൈനസ് fn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ even epsilon greater than 0. Epsilon greater than 0, there exists h of epsilon such that for all mn greater than or equal to h. This is satisfied. ഇതാണ് assumption. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എന്താ? സുപ്രീമം ഓഫ് fm of x മൈനസ് fn മൈനസ് fn of x, സുപ്രീമം ഓഫ് i of x. ഈ ഫംഗ്ഷൻ്റെ എക്സിലെ വാല്യൂ അത് ഡിഫറൻസ് ആയതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. fm of x മൈനസ് fn of x ഓൺ x എലമെന്റ് ഓഫ് x. ഇത് സുപ്രീം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. സുപ്രീമിൽ തന്നെ എപ്സിലോണിനേക്കാൾ ചെറുതാണ് ഫംഗ്ഷൻ്റെ വാല്യൂസ് എല്ലാം. fm of x മൈനസ് fn of x എല്ലാം അല്ലെങ്കിൽ മോഡുലസ് എല്ലാം ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് എഴുതാം. ഫോർ ഓൾ mn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h. ദിസ് ഈസ് 1. അതുകൊണ്ട് ഈ കാണുന്ന സീക്വൻസ് fn ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പം എന്താ? ഒരു പർട്ടിക്കുലർ എക്സിന് സീക്വൻസ് fn ഓഫ് എക്സ് നോക്കിയാൽ അത് കോഷിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. സീക്വൻസ് fn ഓഫ് എക്സ് ഈസ് കോഷി ആൻഡ് വി നോ ദാറ്റ് കോഷി സീക്വൻസ് ഈസ് കൺവേർജൻറ്റ്. അതുകൊണ്ട് ഇത് കൺവേർജൻ്റ് ആണെങ്കിൽ അവർ f ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യും. And as n tends to infinity, the first equation becomes ഈ equation. n tends to infinity ഈ equation 1 എന്നല്ല വിളിക്കാം. n tends to infinity ഈ equation ഉണ്ടാവും മോഡുലസ് ഓഫ് fm ഓഫ് x മൈനസ് f ഓഫ് x ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ. ഇനി mn വേണ്ട, ഫോർ ഓൾ m greater than or equal to h depending on epsilon only. It does not depend. ഇങ്ങനെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇവിടെ എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ സീക്വൻസ് കോഷി ആയതുകൊണ്ട് കൺവേർജൻ്റ് ആയതുകൊണ്ട് എഫ് എക്സ് ആണ് അതിൻ്റെ ലിമിറ്റ്. ഇനി ടെൻസ് ടു ഇൻഫിനിറ്റി fn xന്റെ ലിമിറ്റ് അപ്പോൾ f ആണ്, ടെൻസ് ടു f. അത് നമ്മൾ കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെയുള്ള കണ്ടീഷനാണ് ഇത് h ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലോൺ ഓൺലി, അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നിവിടെ നിർത്തും. സോ സീക്വൻസ് കൺവേർജൻസ് ഉണ്ടെന്നല്ല, സീക്വൻസ് fn കൺവേർജസ് ടു f
യൂണിഫോംലി my Fn converges to F യൂണിഫോംലി ഓൺ A my. അങ്ങനെ രണ്ട് പാർട്ടും വളരെ എളുപ്പം പ്രൂവ് ചെയ്യാവുന്നുള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ തിയറംസ് ഒന്നും അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഒരു ചെറിയ ക്ലാസ്സിനും കൂടെ ഉള്ള പോർഷനുള്ളൂ, ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സും. അടുത്ത സെക്ഷനിൽ വേറൊരു ചാപ്റ്ററിലെ കാര്യവും കൂടി ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അതിൻ്റെ അകത്ത് തിയറംസിൻ്റെ എല്ലാം 3-4 തിയറംസ് ഉണ്ട്, അതിൻ്റെ എല്ലാം പ്രൂഫ് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2-3 സ്റ്റേറ്റ്മെൻറ്റ്സും ഒരു ഡെഫിനിഷനൊക്കെ പഠിക്കാനുള്ളൂ, ഒരു എക്സാമ്പിളും ഒക്കെ ഉള്ളൂ. അത് ഒരു ദിവസം ഒരു ചെറിയ വീഡിയോ കൊണ്ട് തീർക്കാനുള്ളതുള്ളത് പിന്നീട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങളതും കൂടി നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 4 അതും കൂടി ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ.